പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനേ, ആകെയും കാരുണ്യം പടച്ചോനേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 7 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാവുന്നതാണ്. മുളകൊന്ന് മൂത്ത് വരുന്ന സമയത്ത് സവാള കനം കുറഞ്ഞരിഞ്ഞതും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഒരു സവാളയും ഒരു തക്കാളിയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ കനം കുറഞ്ഞ് അരിയാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണേ. ഇനി ഇത് മുളകിൻ്റെ കൂടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 4 വെളുത്തുള്ളിയാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഈ കൂട്ട് ചേർത്തിട്ട് ഏത് തരം മീൻകറിയും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന കറികളിൽ പിന്നെ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ രീതിയിൽ കറിയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. കറിക്ക് ഒന്നുകൂടി രുചി കൂട്ടണമെങ്കിൽ സവാളയ്ക്ക് പകരം ചുവന്നുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാകും. വറ്റൽമുളക് നിങ്ങളുടെ കൈവശമില്ല എങ്കിൽ സവാളയും തക്കാളിയും വഴറ്റിയതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. വറ്റൽമുളക് ചേർത്ത് ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. സവാളയൊക്കെ നന്നായി വഴന്നു വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വാളംപുളി ചേർത്ത് കറി തയ്യാറാക്കാത്തവർക്ക് കുടംപുളി ചേർത്തും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചൂടാറി കിട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത ഈ മിക്സ് ഇതേ മൺചട്ടിയിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുലുക്കിയെടുക്കുന്നുണ്ട്. അതുകൂടി ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചാറോട് കൂടിയ കറിയാണ് ആവശ്യമെങ്കിൽ ഈ ടൈമിൽ കുറച്ചുകൂടി വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടി കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പില നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഒന്ന് തിളച്ച് വരുന്നതിനായിട്ട് ഞാനിവിടെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിയിൽ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഉള്ളി വഴറ്റുന്ന സമയത്ത് സ്വല്പം ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കറിക്ക് ആവശ്യമായ ഉപ്പ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെത്തോലിയാണ് എടുത്തിട്ടുള്ളത്. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ.
ഞാനിവിടെ 1/2 കിലോ നെത്തോലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നതിനും കുക്കായി വരുന്നതിനും വേണ്ടിയിട്ട് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ കുക്കിംഗ് റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. മീനൊക്കെ നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.